സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധിയെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്നേഹത്തിന് നന്ദി. എനിക്ക് കുറച്ചു മലയാളം അറിയാം. It will take me some time to learn more. കൂടുതൽ മലയാളം പഠിക്കാൻ എനിക്ക് കുറച്ച് സമയം കൂടെ വേണം. I am so happy to be here today. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വരാൻ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. It's a great honor for me to share this stage with my colleagues from the UDF. I welcome them here, and it is a great honor for me to be here as the UDF candidate. എന്റെ ഐക്യജനാധിപത്യ മുന്നണിയുടെ സഹപ്രവർത്തകരോടൊപ്പം ഈ വേദി പങ്കിടുക എന്നത് ഒരു വലിയ ആദരവായി ഞാൻ കാണുന്നു. അതുമാത്രമല്ല, ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നതും ഏറ്റവും വലിയൊരു ആദരവായി ഞാൻ കണക്കാക്കുന്നു. My sisters and brothers, you have stood by my brother through his most difficult times. എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എന്റെ സഹോദരന് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തോടൊപ്പം നിന്നവരാണ് നിങ്ങൾ, ഇവിടുത്തെ ജനങ്ങൾ. You have given him your love, your affection, your support and your strength. നിങ്ങൾ അദ്ദേഹത്തിന് നിങ്ങളുടെ സ്നേഹം നൽകി, നിങ്ങളുടെ ഇഷ്ടം നൽകി, നിങ്ങളുടെ പിന്തുണ നൽകി, നിങ്ങളുടെ കരുത്തും നിങ്ങൾ എന്റെ സഹോദരന് നൽകി. I don't think there is any other leader in the world today who was attacked in such a vicious and negative campaign as my brother was. ഇത്ര മോശമായ പ്രചരണത്തിലൂടെ ആക്രമിക്കപ്പെട്ട മറ്റൊരു രാഷ്ട്രീയ നേതാവ് ഈ ലോകത്ത് തന്നെ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. The BJP, Mr. Narendra Modi and his colleagues spent lots of money, lots of resources, social media in trying to ruin my brother's reputation. എന്റെ സഹോദരന്റെ സത്പേര് ഇല്ലാതാക്കുന്നതിന് വേണ്ടി, അത് കളങ്കപ്പെടുത്തുന്നതിന് വേണ്ടി, നശിപ്പിക്കുന്നതിന് വേണ്ടി ബിജെപിയും ബിജെപിയുടെ നേതാക്കളും നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും ഒരുപാട് പൈസയും വിഭവങ്ങളും ചെലവാക്കി. Many people believe these lies that were being spread about him. എന്റെ സഹോദരനെ പറ്റി പറഞ്ഞു പരത്തിയ നുണകൾ ഒരുപാട് മനുഷ്യർ വിശ്വസിച്ചു. But you, my sisters and brothers, saw the truth. എല്ലാവരും ഈ നുണകൾ വിശ്വസിച്ചപ്പോൾ നിങ്ങൾ, എന്റെ സഹോദരി സഹോദരന്മാർ, സത്യം കണ്ടു. You realized that in the same way as throughout the history of mankind, those who have stood up for what is right, those who have stood for the truth have been attacked by the forces of destruction and the forces of divisiveness. My brother was also being attacked because he was standing up for the truth. He was standing up for the people of India, for the soul of India. He was talking about love. He was talking about peace. നിങ്ങൾക്ക് മനസ്സിലായി, മനുഷ്യരാശിയുടെ ചരിത്രം മുതൽ ആരാണോ ശരിയായിട്ടുള്ളതിന് വേണ്ടി നിലകൊണ്ടിട്ടുള്ളത്, സത്യത്തിന് വേണ്ടി നിലകൊണ്ടിട്ടുള്ളത്, അവരെ വിഭാഗീയതയുടെ ശക്തികൾ അവരെ ആക്രമിക്കുന്നതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. എന്റെ സഹോദരൻ ആക്രമിക്കപ്പെട്ടത് അദ്ദേഹം സ്നേഹത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, ഈ രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടി, ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ആത്മാവിന് വേണ്ടി നിലകൊണ്ടത് കൊണ്ടാണ് അദ്ദേഹം ആക്രമിക്കപ്പെട്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കി. Sisters and brothers, love, peace and brotherhood does not suit the BJP. ശരിക്കും സ്നേഹം, സാഹോദര്യം, സമാധാനം എന്ന് പറയുന്നത് ഒരിക്കലും ബിജെപിക്ക് യോജിക്കുന്ന കാര്യങ്ങളല്ല. Because their politics is not about the people. കാരണം ബിജെപിയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനങ്ങളെ സംബന്ധിക്കുന്ന രാഷ്ട്രീയമല്ല, ജനങ്ങളെ കുറിച്ചുള്ള രാഷ്ട്രീയമല്ല. Their politics is not about development. ബിജെപിയുടെ രാഷ്ട്രീയം വികസനത്തെ കുറിച്ചുള്ള രാഷ്ട്രീയമല്ല. It is not about building a better future for you. നിങ്ങൾക്കൊരു മെച്ചപ്പെട്ട ഭാവി ഉണ്ടാക്കാനുള്ള രാഷ്ട്രീയമല്ല ബിജെപിയുടെ രാഷ്ട്രീയം. It is about dividing you, about spreading hatred, about spreading anger, about spreading mistrust and fear amongst you. ബിജെപിയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് നിങ്ങളെ വിഭജിക്കുന്ന രാഷ്ട്രീയമാണ്. നിങ്ങളുടെ ഉള്ളിൽ ഭയം, നിങ്ങളുടെ ഉള്ളിൽ വിദ്വേഷം, നിങ്ങൾക്കിടയിൽ അവിശ്വാസം, വിശ്വാസമില്ലായ്മ വളർത്തുന്ന രാഷ്ട്രീയമാണ് ബിജെപിയുടെ രാഷ്ട്രീയം.
every leader of the BJP benefits from this division. ഇങ്ങനെ നിങ്ങളെ വിഭജിക്കുന്നതിൽ നിന്ന് ബിജെപിയുടെ ഓരോ നേതാവിനും ഗുണമുണ്ടാവുകയാണ്. Unfortunately, our country gets hurt. ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, ഈ രാഷ്ട്രീയത്തിന്റെ ഫലമായി മുറിവേൽക്കുന്നത് നമ്മുടെ രാജ്യത്തിനാണ്. Unfortunately, that kind of politics keeps people behind. It does not allow them to flourish and to develop. ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ഇത്തരം ഒരു രാഷ്ട്രീയം കാരണം ജനങ്ങൾക്ക് മുൻപോട്ട് പോകാൻ സാധിക്കില്ല, ജനങ്ങൾക്ക് നന്നായി അഭിവൃദ്ധി പ്രാപിക്കാൻ സാധിക്കുന്നില്ല. It allows leaders of the BJP and politicians like them to believe that they are no longer answerable to you for your issues, to find resolution for your problems. നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്, ഉത്തരം കണ്ടെത്തുന്നതിന്, നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് നിങ്ങളോട് ഉത്തരം നൽകാൻ അവർക്ക് ആവശ്യമില്ല എന്ന് ഇത്തരം ഒരു രാഷ്ട്രീയം മൂലം ബിജെപിയുടെ നേതാക്കൾ വിശ്വസിക്കുകയാണ്. It allows them to believe that as long as they keep you divided, they can stay in power. ഈ ഒരു രാഷ്ട്രീയത്തിന്റെ ഫലമായി അവർ വിശ്വസിക്കുകയാണ്, നിങ്ങളെ എത്രമാത്രം വിഭജിക്കുന്നുവോ അത്രമാത്രം അവർക്ക് അധികാരത്തിൽ തുടരാൻ സാധിക്കുമെന്ന്. And that is the politics that we have to change today. ഇന്ന് നമുക്ക് മാറ്റേണ്ടത് അത്തരം ഒരു രാഷ്ട്രീയമാണ്. There is nothing more that is needed in our country today than progress and development. നമ്മുടെ രാജ്യത്തിന് ഏറ്റവും വേണ്ടതെന്ന് പറയുന്നത് പുരോഗതിയാണ്, വികസനമാണ്. Nothing more than a politics that focuses on you, on your problems, on how to resolve them, how to support you to move forward. നമുക്ക് വേണ്ട രാഷ്ട്രീയം എന്ന് പറയുന്നത് നിങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന, നിങ്ങളുടെ പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന, നിങ്ങളുടെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിച്ച് നമുക്ക് മുൻപോട്ട് പോകാമെന്ന് ചിന്തിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് നമുക്ക് വേണ്ടത്. Just like a family does not need anger and hatred and fighting, nor does a society, nor does a nation. ഒരു കുടുംബത്തിൽ എങ്ങനെയാണോ നമുക്ക് ദ്വേഷം, ആളുകൾ തമ്മിലുള്ള പോരാട്ടം, യുദ്ധം, ഇതുമൊക്കെ ഒരു കുടുംബത്തിൽ എങ്ങനെയാണോ നമുക്ക് വേണ്ടാത്തത്, അതുപോലെ ഇത് നമുക്ക് സമൂഹത്തിൽ വേണ്ട, നമ്മുടെ രാജ്യത്തും മനുഷ്യരുടെ ഇടയിലുള്ള ഭിന്നിപ്പ് വേണ്ട. I have been traveling across the Wayanad Lok Sabha for the last many days. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാൻ ഈ വയനാട് പാർലമെന്റ് മണ്ഡലം മുഴുവൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. And as I am traveling, I am beginning to see both things: the immense natural resources you have, the great potential that you have, and also the great troubles that you are facing. ഞാൻ ഇവിടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ രണ്ട് കാര്യങ്ങളാണ് കാണുന്നത്. ഒരു വശത്ത് നിങ്ങൾക്ക് എത്രമാത്രം പ്രകൃതി വിഭവങ്ങളുണ്ട്, അതിന്റെ അടിസ്ഥാനത്തിൽ എന്തുമാത്രം സാധ്യതകൾ ഇവിടെ ഉണ്ടെന്ന് ഞാൻ കാണുന്നു. അതേസമയം മറുവശത്ത് ഇവിടെ എത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടെന്നും ഞാൻ മനസ്സിലാക്കുന്നു. I have met farmers who have told me that they see no future in farming. ഞാൻ കർഷകരെ കണ്ടു, എന്നോട് കൃഷി ചെയ്യുന്നതിൽ ഒരു ഭാവിയുമില്ല എന്ന് പറഞ്ഞ കർഷകരെ ഞാൻ കണ്ടു. That despite all these beautiful crops you are growing, coffee, banana, rice, areca, beautiful spices, despite that, despite the quality being fantastic, they don't see a future for themselves. നിങ്ങൾ ഇവിടെ കൃഷി ചെയ്യുന്ന കാപ്പിയുണ്ട്, നാളികേരമുണ്ട്, തേയിലയുണ്ട്, അടയ്ക്കയുണ്ട്, അതുപോലെ നിങ്ങൾ മനോഹരമായ സുഗന്ധദ്രവ്യങ്ങൾ ഇവിടെ കൃഷി ചെയ്യുന്നു. അവയ്ക്കൊക്കെ ഏറ്റവും വലിയ ഗുണനിലവാരമുള്ളതുമാണ്. ഇതൊക്കെ ഉണ്ടായിട്ട് കൂടി നമ്മുടെ കർഷകർക്ക് ഒരു ഭാവി കാണാൻ സാധിക്കുന്നില്ല. They told me they don't get compensation if their crops become damaged due to natural disasters or rain or animal-man conflict and wild animals come and destroy them. പ്രകൃതി ദുരന്തങ്ങൾ മൂലമോ, മഴ മൂലമോ, വന്യജീവി സംഘർഷം മൂലമോ, വന്യജീവികൾ വന്ന് അവരുടെ വിള നശിപ്പിക്കുന്നത് മൂലം വിളകൾക്ക് നാശമുണ്ടാകുമ്പോൾ കർഷകർക്ക് ഒരു നഷ്ടപരിഹാരവും കിട്ടുന്നില്ലെന്നാണ് അവരെന്നോട് പറഞ്ഞത്. They told me that they don't get the right price for their crops. അവര് പറഞ്ഞത് അവരുടെ വിളകൾക്ക് വേണ്ട ന്യായമായ വില പോലും അവർക്ക് കിട്ടുന്നില്ലെന്നാണ്. That they are forced to take loans. അതുകൊണ്ട് കടമെടുക്കാൻ അവർ നിർബന്ധിതരാവുകയാണ്. And they have no support from the government. അവർക്ക് ഗവൺമെന്റിൽ നിന്ന് യാതൊരു പിന്തുണയും കിട്ടുന്നില്ല. They were shocked to hear from me
that the government has waived loans of 16 lakh crore rupees for big businessmen in this nation. ഈ രാജ്യത്തെ വലിയ വ്യവസായികൾക്ക് വേണ്ടി 16 ലക്ഷം കോടി രൂപയുടെ കടം എഴുതി തള്ളിയെന്ന് ഞാൻ എന്നിൽ നിന്ന് കേട്ടപ്പോൾ അവർ ശരിക്കും ഞെട്ടിപ്പോയി. But has not given a single rupee of support to them. പക്ഷേ ഈ ഗവൺമെന്റ് ഒരു രൂപയുടെ സഹായം പോലും ഈ കർഷകർക്ക് കൊടുത്തിട്ടില്ല. I met a group of tribal sisters working in the Manrega scheme. തൊഴിലുറപ്പ് പദ്ധതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ട്രൈബൽ ആദിവാസി മേഖലയിലെ സഹോദരിമാരെ ഞാൻ കണ്ടു. They were digging a wall. അവരവിടെ ഒരു ഭിത്തി ഉണ്ടാക്കിയായിരുന്നു. Last 12 days they were digging to build that wall. കഴിഞ്ഞ 12 ദിവസമായിട്ട് അവിടെ ഒരു മതിൽ ഉണ്ടാക്കാൻ വേണ്ടി അവർ കുഴി എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. I asked one of them, sister, how many children do you have? ഞാൻ ഒരാളോട് ചോദിച്ചു, സഹോദരി നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ട്? She said she had 2 children. അവര് പറഞ്ഞു 2 കുട്ടികളുണ്ട്. I asked her, how much does she get every day for the labor that she was doing? ഞാൻ ആ സഹോദരിയോട് ചോദിച്ചു, എല്ലാ ദിവസവും ഓരോ ദിവസവും ചെയ്യുന്ന ഈ ജോലിക്ക് എത്ര രൂപയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? She said 346 rupees. ആ സഹോദരി പറഞ്ഞത് 346 രൂപ. She told me that earlier they used to get many more jobs in Manrega, but now they hardly get any. എന്നോട് ആ സഹോദരി പറഞ്ഞത് നേരത്തെയൊക്കെ ആണെങ്കിൽ തൊഴിലുറപ്പിന്റെ ഭാഗമായിട്ട് വേറെ ഒരുപാട് ജോലി കിട്ടുമായിരുന്നു, ഇപ്പൊ ജോലി കിട്ടുന്നതും കുറഞ്ഞു എന്നാണ് പറഞ്ഞത്. Another lady standing next to her told me that where they live, it's very difficult for them to get drinking water, for them to access schools or to access any health care at all. അതിനടുത്ത് നിന്ന മറ്റൊരു സഹോദരി പറഞ്ഞത് അവര് താമസിക്കുന്ന സ്ഥലത്ത് കുടിവെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടാണ്, ആരോഗ്യ സംവിധാനങ്ങൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, ആശുപത്രിയിൽ പോകാൻ ബുദ്ധിമുട്ടാണ്, നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോകാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. Then I met some small businessmen, like the people who would own this marigold gold factory shop or this bakery and cool bar. Like that. ഞാൻ കുറച്ച് ചെറിയ വ്യവസായികളെ, കച്ചവടക്കാരെയുണ്ട് ഇവിടെയുള്ള മാരിഗോൾഡ് ഗോൾഡ് ഫാക്ടറി, അതുപോലെ ഈ ബേക്കറി ആൻഡ് കൂൾ ബാർ, അതുപോലെയുള്ള സ്ഥാപനങ്ങളുടെ ഉടമസ്ഥരെ കുറച്ച് പേരെ ഞാൻ കണ്ടു. And they told me that we suffered maximum during COVID. We were the ones who suffered more than anything else when there was COVID, and before that when there was demonetization by the Modi government. അവരെന്നോട് പറഞ്ഞത് കോവിഡ് വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത് ഞങ്ങളാണ്, ഏറ്റവും കൂടുതൽ പ്രയാസം ഞങ്ങൾക്കാണ് ഉണ്ടായത്. അതുമാത്രമല്ല കോവിഡിന് മുമ്പ് നോട്ട് നിരോധനം വന്നപ്പോഴും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത് ഞങ്ങളാണ്. They said today it is becoming so difficult to earn because we have to pay GST, and now we also have to pay GST on rent. അവര് പറഞ്ഞു ഇന്ന് ജീവിക്കാൻ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്, കാരണം ഞങ്ങൾക്ക് ചരക്ക് സേവന നികുതി GST കൊടുക്കണം. അതുമാത്രമല്ല ഇപ്പൊ ഞങ്ങൾ കൊടുക്കുന്ന വാടകയിലും ഞങ്ങൾക്ക് GST കൊടുക്കണം. Last night when I was going back, I stopped at a homestay. ഇന്നലെ രാത്രി ഞാൻ തിരിച്ചു പോകുമ്പോൾ ഒരു ഹോം സ്റ്റേയിൽ ഞാൻ പോയി. അവിടെ നിർത്തി a young woman was running it with her mother and her daughter. ഒരു ചെറുപ്പക്കാരിയായ സ്ത്രീ ആ സ്ത്രീയുടെ അമ്മയോടും മകളോടൊപ്പമാണ് ആ ഹോം സ്റ്റേ നടത്തിക്കൊണ്ടിരുന്നത്. I felt so proud of them. It was a beautiful home stay, very clean, very nice. വളരെ മനോഹരമായ ഒരു ഹോം സ്റ്റേ ആയിരുന്നു, നല്ല വൃത്തിയുള്ള നല്ല ഭംഗിയുള്ള. എനിക്ക് അവരെ കുറിച്ച് അഭിമാനം തോന്നി. And I could see that they were also proud of it. എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്താ, ആ ഹോം സ്റ്റേ നടത്തുന്നതിൽ അവർക്കും അഭിമാനമുണ്ടായിരുന്നു. They took a loan to make it. അത് ഉണ്ടാക്കാൻ വേണ്ടി, ആ ഹോം സ്റ്റേ കെട്ടിടം ഉണ്ടാക്കാൻ വേണ്ടി അവരൊരു കടമെടുത്തു, വായ്പ എടുത്തു. But they told me with sadness in their eyes that for the last 3 months they have not had a single guest. പക്ഷെ കണ്ണുകളിൽ വിഷമത്തോടുകൂടി അവരെന്നോട് പറഞ്ഞു, കഴിഞ്ഞ 3 മാസമായിട്ട് ആ ഹോം സ്റ്റേയിൽ താമസിക്കാൻ ഒരാൾ പോലും വന്നിട്ടില്ല. The lady said, I have to pay my staff. ആ സ്ത്രീ എന്താ പറഞ്ഞത്, എനിക്കിവിടെ ജോലിക്ക് നിർത്തിയിട്ടുള്ള ആളുകൾക്ക് ശമ്പളം കൊടുക്കണം, I have to pay back my loan. എന്റെ കടങ്ങൾ എനിക്ക് തിരിച്ചടയ്ക്കണം, I have to pay for my daughter's studies. എന്റെ പെൺകുട്ടിയുടെ പഠനത്തിന് വേണ്ടി എനിക്ക് പൈസ വേണം. And I'm worried. എനിക്ക് വിഷമമുണ്ട് ഇപ്പോ. She had almost tears in her eyes when she was speaking. ഇത് പറഞ്ഞപ്പോ ആ സ്ത്രീയുടെ കണ്ണിലെ കണ്ണുനീരോടുകൂടിയാണ് ഇത് പറഞ്ഞത്. So I see that you have potential. You want to work. You create your own entrepreneurship. Everywhere I look, farmers are working hard in the fields. Shopkeepers and businessmen and homestay owners are working hard in their businesses.
My sisters are working hard, whether they are in Manrega or whether they are doing jobs or running homestays. And yet, life is very difficult for you. ഞാൻ കാണുന്നെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് സാധ്യതയുണ്ട്. നിങ്ങൾ ചെറിയ എവിടെ നോക്കിയാലും ചെറിയ സംരംഭകത്വം തുടങ്ങുന്നു, ചെറിയ ബിസിനസ് നടത്തുന്നു, ചെറിയ ജോലി ചെയ്യുന്നു, ഹോം സ്റ്റേ നടത്തുന്നു. എൻ്റെ സഹോദരിമാരെ തൊഴിലുറപ്പിന്റെ ഭാഗമായിട്ട് ജോലി ചെയ്യുന്നു, വേറെ ജോലി ചെയ്യുന്നു. പക്ഷെ ഒരുപാട് പ്രശ്നങ്ങളുമുണ്ട്. I see young boys and girls playing soccer with great motivation, strong little fellows. I've seen them all over. And I know because my son plays soccer, when a good soccer player I can recognize. And they are good, they are motivated, they play with aggression, with energy. ഞാൻ ഇവിടെ പോകുമ്പോൾ ഒരുപാട് ആൺകുട്ടികളും പെൺകുട്ടികളും ചെറുപ്പക്കാരെ ആൺകുട്ടികളും പെൺകുട്ടികളും ഫുട്ബോൾ കളിക്കുന്ന കാണുന്നു. ഒരുപാട് ഊർജ്ജത്തോടുകൂടി, ഒരുപാട് ആക്രമണോത്സുകതയോടുകൂടി, ഒരുപാട് പ്രചോദനത്തോടുകൂടി അവരെ കളിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. എനിക്കൊരു നല്ലതായിട്ട് കളിക്കുന്ന ഒരു ഫുട്ബോൾ കളിക്കാരനെ കണ്ടാൽ മനസ്സിലാവും, കാരണം എൻ്റെ മകനും ഫുട്ബോൾ കളിക്കുന്ന ആളാണ്. Yet they lack proper facilities. എന്നിട്ടും അവർക്ക് ആവശ്യമുള്ള സൗകര്യങ്ങൾ ഇവിടെ ഇല്ല. So much can be done so that their talent can be showcased, so that they can have the opportunity to compete with anybody else in the world, because they have the talent, they have the drive, they have the motivation. അത്രമാത്രം കഴിവുള്ള, അത്രമാത്രം മുന്നോട്ട് പോകണമെന്നുള്ള ചിന്തയുള്ള, അത്രമാത്രം പ്രചോദനമുള്ള ഈ കുട്ടികളുടെ കഴിവ് ലോകം മുഴുവൻ കാണിക്കാൻ, ലോകത്ത് ആരോട് വിധത്തിൽ മത്സരിക്കുന്ന വിധത്തിൽ അവരെ പ്രാപ്തരാക്കാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ സാധിക്കും. But this situation, that you have so much potential but less opportunity, has arisen because the kind of politics in our country today is the wrong kind of politics. നിങ്ങൾക്ക് ഒരുപാട് സാധ്യതകളുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് അറിയുമോ? നമ്മുടെ രാജ്യത്ത് ഇന്ന് നിലനിൽക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു തെറ്റായ രാഷ്ട്രീയമായതാണ് ഇതിന്റെ കാരണം. My tribal sisters and brothers are living in an area which is prone to landslides and disasters. അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങളും മണ്ണിടിച്ചിലുകളും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലത്താണ് എൻ്റെ ആദിവാസി സഹോദരന്മാർ താമസിക്കുന്നത്. They still have not got the rehabilitation that they should have got from 2018 and 2019. 2018-19 മുതൽ അവരെ പുനരധിവസിക്കാനുള്ള കാര്യങ്ങൾ ഇതുവരെ അവരുടെ പുനരധിവാസം ഇവിടെ നടന്നിട്ടില്ല. I know that last week you felt some tremors underground. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ആഴ്ച ചില ഭൂമി കുലുക്കത്തിന്റെ ലക്ഷണങ്ങൾ ഇവിടെ ഉണ്ടായെന്ന് എനിക്കറിയാം. And felt afraid that maybe some other disaster is coming your way. നിങ്ങൾ പേടിച്ചു, ഇനി മറ്റേതെങ്കിലും പ്രകൃതി ദുരന്തം വരാൻ പോയോ എന്ന് നിങ്ങൾ പേടിച്ചു എന്നും എനിക്കറിയാം. But the thing is, my sisters and brothers, that all of this, to be able to face natural disasters, to be able to produce your crop and to build on whatever you have, what your potential is, would be possible if there were the right kind of policies supporting you and helping you. If the politics of today was working for you. ശരിക്കും നിങ്ങൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും, പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോൾ നിങ്ങളെ സഹായിക്കുന്ന, നിങ്ങൾക്ക് പിന്തുണ നൽകുന്ന, നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒക്കെ നമുക്ക് സാധിക്കുമായിരുന്നു. ഈ രാജ്യത്ത് നിങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു യഥാർത്ഥത്തിലുള്ള ശരിയായ രാഷ്ട്രീയം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിത് കഴിയുമായിരുന്നു. And that is why your vote, your choices become even more important at a time like this. അതുകൊണ്ടാണ് ഇന്നത്തേതുപോലെയുള്ള ഒരു കാലത്ത് നിങ്ങളുടെ തീരുമാനങ്ങൾ, നിങ്ങളുടെ തെരഞ്ഞെടുപ്പുകൾ, നിങ്ങളുടെ വോട്ട് എന്ന് പറയുന്നത് എല്ലാറ്റിനേക്കാളും പ്രധാനപ്പെട്ടതാവുന്നത്. My brother worked very hard to voice your grievances, to ask for your rights, to demand them, to fight for them in the last 5 years. എന്റെ സഹോദരൻ കഴിഞ്ഞ 5 വർഷങ്ങളായി നിങ്ങളുടെ ശബ്ദം ഉയർത്താൻ വേണ്ടി, നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഒരുപാട് പോരാടിയിട്ടുണ്ട്. I want to continue his work. എന്റെ സഹോദരൻ തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾ എനിക്ക് തുടരാൻ ആഗ്രഹമുണ്ട്. And more than anything else, I want to create over here as much possibility and opportunity for you as possible. അത് മാത്രമല്ല, എല്ലാറ്റിനും ഉപരിയായി സാധ്യമായ അവസരങ്ങളും സാധ്യമായ സാധ്യതകളും നിങ്ങൾക്ക് വേണ്ടി, ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഇവിടെ സൃഷ്ടിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. I have a deep sense of gratitude for you. എനിക്ക് ആഴത്തിലുള്ള കടപ്പാട് നിങ്ങളോടുണ്ട്. For me, you stand for everything that is beautiful about India. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ, ഇവിടുത്തെ ജനങ്ങൾ, ഇന്ത്യ എന്ന രാജ്യത്തെ എന്തൊക്കെയാണോ മനോഹരമായിട്ടുള്ളത് അതിനു വേണ്ടി നിലനിൽക്കുന്നവരാണ്.
No amount of negativity has been able to touch you. നിങ്ങളെ ഈ രാജ്യത്തെ ഒരു നെഗറ്റീവായ നിഷേധാത്മകമായ കാര്യവും നിങ്ങളെ ഇതുവരെ സ്പർശിച്ചിട്ടില്ല. Wherever I go, I see Hindu sisters, Muslims, Christians, all together standing as friends, standing as brothers and sisters. ഞാൻ എവിടെ പോകുമ്പോഴും ഹിന്ദു സഹോദരിമാർ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ എല്ലാവരും ഒരുമിച്ച് സുഹൃത്തുക്കളായി, സഹോദരന്മാരായി, സഹോദരിമാരായി നിൽക്കുന്നതാണ് ഞാൻ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. You have kept the spirit of our country alive and strong. നിങ്ങൾ ഈ രാജ്യത്തിന്റെ ചൈതന്യം, സാരാംശത്തെ ജീവനുള്ളതാക്കി, ശക്തിയുള്ളതാക്കി നിലനിർത്തുന്നവരാണ് ഇവിടുത്തെ ജനങ്ങൾ. Look how you supported each other in the recent disaster when bodies from the landslides washed up here in Nilambur. So many of you volunteered. You didn't ask anybody if they were Christian, Muslim, Hindu. You volunteered for your brothers and sisters. നിങ്ങൾക്കറിയാം, ഇവിടെ അടുത്ത മണ്ണിടിച്ചിൽ, ആ വലിയ പ്രകൃതി ദുരന്തം നടന്നപ്പോൾ നിലമ്പൂർ ഇവിടെ പുഴയിൽ മൃതശരീരം ഒഴുകി വന്നപ്പോൾ നിങ്ങൾ ഇവിടെയുള്ള എത്ര സഹോദരന്മാർ സന്നദ്ധ പ്രവർത്തനം നടത്തി. നിങ്ങളുടെ സഹോദരരെ സഹായിക്കാൻ നേരത്തെ നിങ്ങൾ അവരോട് ആരോടും നിങ്ങൾ ഹിന്ദു ആണോ, ക്രിസ്ത്യാനിയാണോ, മുസ്ലിം ആണോ എന്ന് ചോദിക്കാതെയാണ് നിങ്ങൾ അവർക്ക് വേണ്ടി പ്രവർത്തിച്ചത്. For me, each one of you is a great responsibility. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഓരോരുത്തരും എന്ന് പറയുന്നത് ഒരു വലിയ ഉത്തരവാദിത്തമാണ്. When you welcome me into your homes, into your hearts, with a smile on your face, with love, when you hug me, when you kiss me, I don't take it lightly. നിങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക്, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഒരുപാട് സ്നേഹത്തോടു കൂടി നിങ്ങൾ എന്നെ സ്വാഗതം ചെയ്യുമ്പോൾ, നിങ്ങൾ എന്നെ കെട്ടിപ്പിടിക്കുമ്പോൾ, നിങ്ങൾ എന്നെ ഉമ്മ വെക്കുമ്പോൾ, എന്നെ കാണുമ്പോൾ നിങ്ങളുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയുമ്പോൾ ഞാൻ അതിനെ ഒരിക്കലും നിസ്സാരമായി എടുക്കില്ല. I know what you are saying to me. നിങ്ങൾ എന്നോട് എന്താണ് പറയുന്നതെന്ന് എനിക്കറിയാം. You are saying we trust you. നിങ്ങൾ എന്നോട് പറയുന്നത് ഇതാണ്, ഞങ്ങൾ നിങ്ങളെ വിശ്വസിക്കുന്നു എന്നാണ് നിങ്ങൾ എന്നോട് പറയുന്നത്. And you're saying that you expect at the very least that I should respect the love you give me. അതുമാത്രമല്ല, നിങ്ങൾ എന്നോട് പറയുകയാണ്, ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന സ്നേഹത്തെ നിങ്ങൾ ബഹുമാനിക്കണം എന്നുകൂടി നിങ്ങൾ പ്രതീക്ഷിക്കുകയും പറയുകയും ചെയ്യുകയാണ്. And I want to tell you today that I have the deepest respect for the love you give me. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ എനിക്ക് നൽകുന്ന സ്നേഹത്തോട് എനിക്ക് ആഴത്തിലുള്ള ബഹുമാനമുണ്ട് എന്ന് ഞാൻ പറയുകയാണ്. That no human being can ask for more than what you give me. നിങ്ങൾ എനിക്ക് എന്ത് നൽകുന്നോ അതിൽ കൂടുതൽ ഒരു മനുഷ്യനും ചോദിക്കാൻ സാധിക്കാത്തതാണ് നിങ്ങൾ എനിക്ക് നൽകുന്നത്. You don't know me. നിങ്ങൾക്ക് എന്നെ അറിയില്ല. You have seen me from far. നിങ്ങൾ എന്നെ ദൂരത്ത് നിന്നാണ് കണ്ടിട്ടുള്ളത്. But when I come to you, you treat me like your daughter, like your sister, like a mother. പക്ഷെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾ എന്നെ നിങ്ങളുടെ മകളെ പോലെ, സഹോദരിയെ പോലെ, അമ്മയെ പോലെയാണ് നിങ്ങൾ എന്നെ കണക്കാക്കുന്നത്. What greater honor can I ask for? ഇതിലും വലിയ, ഏറ്റവും വലിയ ഏത് ആദരവാണ് എനിക്ക് കിട്ടാനുള്ളത്? And my sisters who are here, the ones who have children, will understand. എന്റെ സഹോദരിമാർ, ഇവിടെയുള്ളവർ, പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളുള്ളവർക്ക് അത് മനസ്സിലാവും. That when you become a mother, you put yourself behind. കാരണം അമ്മയാകുമ്പോൾ നമ്മളെ പുറകിലോട്ടങ്ങ് മാറ്റി വെക്കും. You know you have to protect your children. You have to look after your children. If they are unwell, if they are upset, if there's any problem, you have to be there first, and your own problems are second. നിങ്ങൾക്കറിയാം, കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ, കുഞ്ഞുങ്ങളുള്ളപ്പോൾ അവർക്ക് അസുഖമാണ്, അല്ലെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും ആവശ്യമുണ്ട്, നമ്മുടെ കാര്യങ്ങളെല്ലാം മാറ്റി നിർത്തി കുഞ്ഞുങ്ങളെ നോക്കണം, അവരെ സംരക്ഷിക്കണം എന്ന് നമുക്ക് അമ്മമാർക്ക് അറിയാം. You know, my sisters, that no matter what difficulties you may be facing, your children come first. എന്റെ സഹോദരിമാരെ, നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങളുടെ കുട്ടികളാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് നിങ്ങൾക്കറിയാം. And that is what it means to be a